നമ്മുടെ വീട്ടിൽ നിന്നും പകൽ സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിന്റെ നിറം ചുവന്ന നിറമാകുന്നത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു 164 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. 1859 സെപ്റ്റംബർ 1 ലോകം മുഴുവൻ ചുവന്ന ആകാശത്തിന് കീഴിലായി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആളുകൾ പരിഭ്രാന്തരായി നാലുപാടും ചിതറിയോടി. സൂര്യൻ പൊട്ടിത്തെറിച്ചു എന്ന് പലരും കരുതി. കൺമുന്നിൽ ലോകം അവസാനിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ആളുകൾ തയ്യാറായി നിന്നു. എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. ഈ സംഭവത്തിന് 18 മണിക്കൂർ ശേഷം ഭൂമിയിൽ ഒരു വൈദ്യുതി പ്രളയം തന്നെ ഉണ്ടായി. അന്ന് പലയിടത്തും ടെലിഗ്രാഫുകൾ കത്തിനശിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ടെലിഗ്രാഫിൽ തൊട്ടവർക്ക് ഷോക്കേറ്റു. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്താലും മൊബൈൽ ഫോൺ ചാർജ് ആവുകയും ചിലപ്പോൾ കത്തി നശിക്കുകയും ചെയ്യുന്ന അവസ്ഥ. സൂര്യന്റെ സൗരജ്വാല അഥവാ സോളാർ ഫ്ലെയർ മൂലമാണ് ആകാശത്തിന്റെ നിറം മാറിയത് എന്നും ടെലിഗ്രാഫുകൾ നശിച്ചത് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട CME അഥവാ കൊറോണൽ മാസ് ഇജക്ഷൻ മൂലമുണ്ടായ ശക്തമായ വൈദ്യുതി പ്രവാഹം മൂലമാണ് എന്നും അന്നത്തെ ദിവസം സൂര്യനെ വീക്ഷിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് കാരിങ്ടൺ കണ്ടെത്തി. ഈ സംഭവം കാരിങ്ടൺ ഇവന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു.